ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോണിറ്റിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതായത് അബാക്കസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിറ്റിക് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫോണിറ്റിക് സിസ്റ്റം എന്ന് നമുക്കറിയണം. ഇപ്പോൾ ഫോണിറ്റിക് സിസ്റ്റം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഫോണിറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ the phonetic system is in abacus is a memory aid technique used to help the student remember numbers more easily by converting them into sound which can be formed into words or image. അതായത് നമുക്കറിയാം 0 to 9 വരെയുള്ള ഡിജിറ്റാണ് ഉള്ളത്. ഈ ഡിജിറ്റിനെ നമ്മൾ ഒരു സൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ആദ്യം കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കും, ഒരു കൺവേർട്ട് ചെയ്യിക്കും, അതായത് കണക്ട് ചെയ്യിക്കും. ഓരോ ഡിജിറ്റിനും ഓരോ സൗണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ആ സൗണ്ടിനെ നമ്മൾ എന്താക്കും, ഒരു വേർഡായിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും. അതായത് രണ്ട് സൗണ്ടുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വേർഡായിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, ഫോണിറ്റിക് സിസ്റ്റം എന്നത്. ദിസ് ടെക്നിക്ക് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ അഡ്വാൻസ് മെന്റൽ മാത്ത് ഓർ മെമ്മറി ട്രെയിനിങ് സ്റ്റേജ് ഓഫ് അബാക്കസ് എഡ്യൂക്കേഷൻ. അതായത് ഇത് അഡ്വാൻസ് ലെവലിലെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പർപ്പസ് ഓഫ് ഫോണിറ്റിക് സിസ്റ്റം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഗുണങ്ങൾ: ടു ഇംപ്രൂവ് മെമ്മറി ആൻഡ് റീകോൾ സ്പീഡ്, നമുക്ക് പെട്ടെന്ന് എന്ത് ഓർമ്മയിലാക്കാനും സ്പീഡിൽ കാര്യങ്ങൾ കൈകാര്യം. മേക്ക് ലാർജ് നമ്പേഴ്സ് ഈസിലി ടു റിമെമ്പർ, അതായത് നമ്മൾ നിങ്ങൾ കാര്യമായിട്ട് ഇതിൽ അറിയണമെന്ന് വെച്ചാൽ, നമുക്കൊരു 6 ഡിജിറ്റ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതായത് അഡീഷൻ ആയിക്കോട്ടെ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അപ്പോൾ ഈ നമ്പേഴ്സ് അവർക്ക് ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അതായത് നമ്മുടെ പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക, ഫോണിറ്റിക് സിസ്റ്റം 0 അല്ലേ, 0-ന് ZS എന്ന് കാണിക്കുന്നുണ്ട്, പിന്നെ 1-ന് Tയും Dയും ആണ്, 2N-ന് 3M-ന് 4R 5L 6-ന് JG എന്നുള്ളത്, 7-ന് KC 8-ന് FV 9-ന് PB. പക്ഷെ നമ്മൾ ഫോണിറ്റിക് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൗണ്ടാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കേണ്ടത്. ZS ഇതിന് പകരം Z 0-ന് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന സൗണ്ട്, അതായത് ഈ രീതിയിലേക്ക് നമ്മൾ പഠിപ്പിച്ചെടുക്കാം. ഓരോ ഡിജിറ്റും അതിൻ്റെ സൗണ്ടും ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 0 എന്നുള്ളതിന് നിങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന സൗണ്ട് Z എന്നുള്ള സൗണ്ടുകളാണ്. ഒന്നുകിൽ Z എന്ന് പഠിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ Z എന്ന് പഠിപ്പിച്ചെടുക്കാം. Z0, അപ്പോൾ 0, അങ്ങനെ ഒരു രീതിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ഡിജിറ്റും അതിൻ്റെ സൗണ്ടും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പഠിപ്പിച്ചു കൊടുക്കാം. അത് അവർക്ക് തറയതിനു ശേഷം നെക്സ്റ്റ് ഒരു 4-5 അല്ലെങ്കിൽ 5 വെച്ചിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 4-5 ഒരു ഡിജിറ്റുകൾ മാത്രം എന്ത് ചെയ്യുക, ആദ്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ സൗണ്ടുകൾ അവർ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ 0-ൻ്റെ സൗണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് Z എന്നുള്ളതാണ്. പിന്നെ 1-ൻ്റെത് D, അത് T എന്നതിന് വായിക്കാം, നമ്മൾ T കാരണം D എന്നുള്ള സൗണ്ടാണ് ഡിക്ക് വരിക, D. പിന്നെ 2-ൻ്റെത് N എന്നുള്ള സൗണ്ട്, N എന്ന് നമ്മൾ എഴുതും, പക്ഷെ സൗണ്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് N എന്ന് പറഞ്ഞു കൊടുക്കുക. 3-ൻ്റെത് M ആണ്, M എന്ന് പറഞ്ഞു കൊടുക്കുക. 4-ൻ്റെത് R, 5-ൻ്റെത് L ആണ്, L. ഓക്കെ, 6-ന് Jയും G, ഈ രണ്ട് സൗണ്ടുകൾ J, G. ജിക്ക് നമ്മൾ G എന്നല്ല പറയുക, G എന്നുള്ള സൗണ്ടാണ്. അത് നമുക്ക് ഫോണിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കിപ്പോൾ PPTC MTTC കോഴ്സിലൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. സൗണ്ട് വെച്ചിട്ടാണ് കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വരുന്ന സൗണ്ടുകളാണ് പറയുന്നത്. ജേൻ്റെത് J, മറ്റേത് ജിക്ക് വരാൻ G എന്നുള്ള സൗണ്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, 7-ൻ്റെത് K, C ആണ്, K എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. C-ൻ്റെ K എന്നുള്ളതും പഠിപ്പിച്ചെടുക്കാം. സിയും K എന്നുള്ള സൗണ്ടാണ് നമ്മൾ ഇപ്പോൾ കാറ്റ് നമ്മൾ കാറ്റ് എന്ന് പറയാം. നമ്മൾ അങ്ങനല്ല പറയാം, K എന്നുള്ള സൗണ്ടാണ് പൊതുവെ സിക്ക് നമ്മൾ യൂസ് ചെയ്യുക. Kയും K എന്നുള്ള സൗണ്ടാണ്, സിയും K എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, പിന്നെ 8 വരുന്നത് F-ന് F എന്നുള്ള സൗണ്ടും Bക്ക് V എന്നുള്ള സൗണ്ടും പഠിപ്പിച്ചെടുക്കാം. 9-ൻ്റെത് P, മറ്റേത് B, ഇതിൽ രണ്ടിൽ ഏത് സൗണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം. B എന്നും പറയാം. നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു 4 ഡിജിറ്റും അതിൻ്റെ സൗണ്ടും കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കാന്നാണ് ഡൗട്ട് ഉണ്ടാവുക.
അത് പഠിപ്പിച്ചെടുക്കേണ്ട രീതിയാണ് നമുക്കിപ്പോൾ നമ്മൾ സ്പീഡ് റൈറ്റിംഗ് ഒക്കെ വരുന്ന സ്ഥലമില്ലേ അവിടെ എന്ത് ചെയ്യുക, ആദ്യം 0 എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതിക്കുക. ഇത്ര മിനിറ്റിൽ എത്ര ടൈംസ് നിങ്ങൾ എഴുതുന്ന രീതിയിൽ 0ന്റെ സൗണ്ട് പറഞ്ഞിട്ട് സൗണ്ട് പറഞ്ഞാൽ എഴുതാൻ പറയാം. 0 എന്ന് എഴുതാൻ അതിന് സിസ് എന്ന് എഴുതി കൊടുക്കുക. അങ്ങനെ അവരെത്ര 1 മിനിറ്റിൽ എത്ര ടൈംസ് എഴുതുന്ന റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ആ സൗണ്ട് അവിടെ തറവാകും. പിന്നെ അതിനോട് 0യും 1ഉം പഠിപ്പിച്ചു കൊടുക്കുക. നെക്സ്റ്റ് 1 മിനിറ്റ് സെറ്റാക്കി കൊടുക്കുക. പിന്നെ 0യും 1ഉം എഴുതണം. അപ്പം 0ൻ്റെത് സിസ് എന്ന് പറയാ, 1 എഴുതുന്ന സമയത്ത് ട് എന്നുള്ള സൗണ്ട് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ 2ൻ്റെത് 3ൻ്റെത് അങ്ങനെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിജിറ്റും അതിൻ്റെ സൗണ്ടും പഠിപ്പിക്കുക. പിന്നെയാണ് എന്ത് നമുക്ക് വേണ്ടത്, വേർഡ്സ് വരുന്നത്. അതിന് കണക്ട് ചെയ്തിട്ടുള്ള വേർഡുകൾ. അതായത് എസ്സിൽ തുടങ്ങുന്ന വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം 0 അല്ലേ. എസ് വരുന്നതും നമുക്ക് പഠിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ളത് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 0 വരുന്ന സമയത്ത് Z ആണ് 0 എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് സി പറയാം, SEE സി, അല്ലെങ്കിൽ സോ SAW സോ, സോ ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ 0 വരുന്നുണ്ടെങ്കിൽ നമുക്ക് സോ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും സോ രണ്ടും എന്നുള്ള സൗണ്ട് വരുന്നതായത് 0 ആയിരിക്കും എന്ന് കുട്ടികൾ ഓർമ്മിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ഇത് നെക്സ്റ്റ് പാർട്ട് 2 ഇടാം. അപ്പൊ നിങ്ങൾ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 1ൻ്റെത് ഇനി നോക്കാം. 1ൻ്റെ നമുക്ക് ട് എന്നുള്ള സൗണ്ടാണ് നമ്മൾ പറഞ്ഞത്. ട് എന്നുള്ള സൗണ്ടാണ്. അതിനപ്പോൾ ടീല നിങ്ങൾ പറഞ്ഞത് ട്രീ എന്ന് പറയാം. ഡ് എന്നാണെങ്കിൽ ഡോഗ് എന്ന് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പോൾ ആദ്യം ഈ ഓരോ ഡിജിറ്റും അതിന് കണക്ട് ആയിട്ട് വരുന്ന സൗണ്ട് പഠിപ്പിക്കുക. സൗണ്ട് പഠിച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെറുതെ ഒരു വേർഡ് കണക്ട് ചെയ്ത് ഇപ്പൊ എസ്സിന് സി എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് കൂടുതൽ നല്ലത് ഓർമ്മയിൽ നിൽക്കുന്ന ഇപ്പൊ സിബ് സിബ് എന്ന് പറയുമ്പം 2 വേർഡ് വരാണ് പ് എന്നുള്ള സൗണ്ട് എടുക്കാം. 09 ആണെങ്കിൽ സിബ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ 0ക്ക് 0 തന്നെ കൊടുത്തോ 0. അങ്ങനെ 1ന് ട്രീ, 2ന് നോസ്. ഒരു ഇമേജ് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡുകളായാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മൗത്ത് 3ക്ക് എന്നുള്ള സൗണ്ടാണ്. അപ്പം മോറ്, മൗത്ത് ഏതും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ബേസിക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 0ൻ്റെത് സിസ്, 1ൻ്റെത് ട്, 2ൻ്റെത് ന്, 3ക്ക് മ്, 4ന് റ്, 5ന് ല്, 6ന് ജ് ഘ്, 7ന് ക്ക്. സിയും ക്ക് എന്നുള്ള സൗണ്ട് തന്നെ പഠിപ്പിച്ചെടുക്കുക. ഓക്കെ, 8 ഫ്, 9 ഫ്. താങ്ക് യു.